ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നയനെ എന്തൊക്കെയോ ഇരുന്ന് കഴിക്കണം കേട്ടോ. കനകമ്മ എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ പറയുന്നുണ്ട്, കുട്ടിക്കാലം തൊട്ടേ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ കനകമ്മ പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മോളെ പറഞ്ഞത് 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്കണമെന്ന്. എന്നിട്ട് കനകമ്മ പറയുന്നുണ്ട്, ഇവിടെ ഒരു സാധനമുണ്ട്, ഇവിടെ എന്തുണ്ടാക്കിയാലും വേണ്ടില്ല, അത് കഴിക്കാനൊന്നും അവളെ കാണത്തില്ല. അവളെ വിഘ്നേഷ് രാജേഷൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ട് എന്തൊക്കെയോ വാരി കഴിച്ച് വയറ് നിറച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ വയറ്റിനകത്ത് സ്ഥലം വല്ലതും വേണ്ടേ? അപ്പോഴേക്കും തന്നിട്ട് എൻ്റെ ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അവളിപ്പോൾ ശമ്പളക്കാരിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകം പറയുന്നുണ്ട്, പാവം ശമ്പളമൊക്കെ കൃത്യമായിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഗോവിന്ദേട്ടൻ പിന്നെ അതൊന്നൊരു 10-500 എടുത്തിട്ട് ബാക്കിയൊക്കെ അവൾക്ക് കൊടുക്കും. അപ്പോഴേക്കും തന്നിട്ട് അങ്ങോട്ട് എത്തിയിട്ടോ. അപ്പോൾ നയന പറയുന്നത്, നിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേന്ന് പറയുന്നുണ്ട്. തന്നിട്ട് പറഞ്ഞു, ഞാൻ കേട്ടു. അപ്പോൾ നയന പറയും, നീ വലിയ പൈസക്കാരിയെന്ന് പറയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നിട്ട് പറയുന്നത്, അത്യാവശ്യം തെറ്റില്ലാത്ത സാലറി കിട്ടുന്നുണ്ട്, അതൊക്കെ അടിച്ചു പൊളിച്ച് കളയുന്നുണ്ട്. അപ്പോഴേ എല്ലാവർക്കും സന്തോഷ വാർത്തയുണ്ട്, അവനെ റിമൈൻഡ് ചെയ്തു അച്ഛൻ്റെ മരുമോനെ. അപ്പോൾ അച്ഛൻ എല്ലാവരും നടത്തുന്ന എനിക്ക് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതിലെനിക്കൊരു സങ്കടമില്ല മോളെ, അവൻ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കുന്നതാണ്, നവ്യ ഉൾപ്പെടെ എല്ലാവർക്കും നല്ലത്. അപ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ ഇതൊരു ദുരന്തമായിട്ട് കാണുന്ന ചിലരുണ്ട് വീട്ടിൽ. അപ്പം നന്നിട്ടും പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മൂത്ത ചേച്ചി എൻ്റെ ശത്രുവായി കഴിഞ്ഞു, അത് ഞാൻ കാര്യമാക്കണില്ല. അപ്പോൾ കനകം പറയുന്നുണ്ട്, അത് ശരിയാ, നീ അഭിനയിച്ചതിൻ്റെ ദേഷ്യമൊക്കെ അവൾക്ക് ഒരുപാടുണ്ട്. ആയിക്കോട്ടെ, അവൻ ഇടിക്കണ്ടേ അമ്മേ, കള്ളക്കടത്ത് സ്വർണം മറിച്ച് വിറ്റത് പോട്ടെ, അതിനേക്കാളും വലിയ തെറ്റുകളല്ലേ അവൻ ചെയ്തുകൊണ്ടിരിക്കണേ. അനഘ ചേച്ചി കൊല്ലാൻ നോക്കിയില്ലേ, അത് മാത്രമാണോ അനാമികയായിട്ട് അവന് ബന്ധമുണ്ട്. അനന്തപുരി തറവാട്ടുകാരെ കൂട്ടത്തോടെ ജയിലിലാക്കാൻ നോക്കിയവളാ അനാമികയും അവളുടെ അച്ഛനൊക്കെ. എന്നിട്ടാ അവരുമായിട്ട് അവൻ സൗഹൃദം കൂടുന്നേ. ആ ദേഷ്യമൊക്കെ ഉള്ളിൽ വെച്ചിട്ടാ അവനെ ഞാൻ ഇടിച്ച് ലെവലാക്കിയത്. നവ്യേച്ചിയുടെ ജീവിതം അവൻ തകർത്തില്ലാണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ. അത് അവർക്കറിയില്ലെങ്കിലും എല്ലാം അറിയണം, നമ്മൾ പ്രതികരിക്കണ്ടേ. അപ്പോഴേക്കും കനകമ്മ, നല്ല ഉണ്ണിയപ്പാ, ഇത് നീ കഴിച്ചെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കണ്ടേ കേട്ടോ. അപ്പം നന്നിട്ട് ഇന്നൊന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാനേ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കനകമ്മ ഉള്ളിൽ പോയി. അപ്പോൾ നന്നിട്ടും പറയുന്നുണ്ട് കേട്ടോ, സത്യങ്ങൾ നവ്യേച്ചി അറിയിക്കാൻ പറ്റാത്തത് ഭയങ്കര കഷ്ടമാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നത്, എന്ത് ചെയ്യാൻ പറ്റും, സത്യങ്ങൾ പറയാൻ വേണ്ടി അമ്മ വന്നതല്ലേ. എന്നിട്ട് അമ്മ തന്നെ പിന്മാറിയിരുന്നു. ചേച്ചി ഒന്നും അറിയാത്തതിൽ എനിക്കും വിഷമമുണ്ട്, പക്ഷേ എല്ലാവരും നിസ്സഹായരാ. അവൻ ഇനി നന്നാവത്തില്ല നന്ദു. ആദർശേട്ടൻ്റെ വീട്ടിൽ ഇനി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അവനും അവൻ്റെ അമ്മയും കൂടിയായിരിക്കും. കൂട്ടത്തിൽ നമ്മുടെ ചേച്ചിയും കാണും. ഈ സമയം അനന്തപുരിയിൽ നവ്യ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ജലജ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനൊരു തെറ്റ് ചെയ്തു, പക്ഷേ ഈ വീട്ടിലുള്ളവർ വിചാരിക്കുകയായിരുന്നെങ്കിൽ അവന് കോടതി കയറേണ്ടി വരുമായിരുന്നോ, ജയിലിൽ പോകേണ്ടി വരുമായിരുന്നോ. അവന് സ്റ്റേഷനിൽ ജാമ്യം കിട്ടേണ്ട ഒരു കേസിലാണ് ഇപ്പം റിമാൻഡിലായിരിക്കണേ. അപ്പം നവ്യ പറയുന്നുണ്ട്, കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ജീവൻ കളഞ്ഞിട്ടാണ് എല്ലാവരും കൂടുന്നത്. എനിക്ക് മാത്രമാണോ, ഈ വീട്ടിലെ തല മുതിർന്നവരെല്ലാം ജയിലിൽ കിടക്കേണ്ടവരല്ലേ. ആ സമയത്ത് നരസിംഹ വകീലിൻ്റെ കൊച്ചുമോനെ വെച്ചല്ലോ. ഇവിടെ നവീനെ ഞാൻ വിളിച്ചിരുന്നു, അപ്പോഴവൻ ഈ കേസ് ഏറ്റെടുക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നവ്യ പറഞ്ഞിട്ടോ, എൻ്റെ ക്ലാസ്മേറ്റല്ലേ നവീൻ, അതുകൊണ്ട് ഞാനും അവനെ വിളിച്ചിരുന്നു. പക്ഷേ അവിടെ അവനെ വിലക്കിയത് നയനയുടെ ഭർത്താവാ. ശരിക്കും അഭിയേക്കാളും മുന്നേ ജയിലിൽ കിടക്കുന്നത് അയാളല്ലേ. ഇതൊക്കെ ആരോട് പറയണേ നവ്യേ, എൻ്റെ കൊച്ചിനെ ജയിലിൽ പോയി കാണണം, അതുപോലെ തന്നെ നിൻ്റെ കുഞ്ഞിനെ ഇനി അച്ഛനെ കാണണമെങ്കിൽ അവിടേക്ക് തന്നെ പോകണ്ടേ. അപ്പോൾ നവ്യ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എണീറ്റിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വിധി എനിക്ക് തന്ന ആരെയും ഞാൻ വെറുതെ വിടത്തില്ല, പ്രത്യേകിച്ച് നന്ദുവിനെ. അവളിപ്പോഴും ഈ വീട്ടിലെ മരുമകളാകാൻ വേണ്ടി വ്രതെടുത്ത് നടക്കല്ലേ. ഒരിക്കലും അതിനുള്ള ഭാഗ്യം അവൾക്ക് ഉണ്ടാവില്ല. അവളുടെ കാല് പിടിച്ചതാ, എന്നിട്ട് അവൾ ദയ കാണിച്ചില്ല. അങ്ങനൊരു കൂടപ്പിറപ്പിനെ ഇനി എന്തിനെനിക്ക്. അപ്പം ജലജ പറയണ്ടോ, ഇവിടെ ഒരുത്തി എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. അവളുടെ ഭർത്താവ് ഉണ്ടാക്കി വെച്ച മാനക്കേട് ഇല്ലാണ്ടാക്കാൻ അവളും കൂടി ചേർന്നിട്ടാ എൻ്റെ കുഞ്ഞിനെ ജയിലിലാക്കിയത്. ചാനലിലൊക്കെ വാർത്ത വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നിന്റെ മോനെ സ്കൂളിൽ പോകുമ്പോഴേ അറിയാവുന്നവരൊക്കെ ആ കുഞ്ഞിനെ വിളിക്കുന്നത് ജയിൽപ്പുള്ളിയുടെ മോനെന്നായിരിക്കില്ലേ. അവയ്ക്ക് അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് വയ്യാട്ടോ, ദേഷ്യ സങ്കടം ഒരുമിച്ച്. അപ്പോൾ ജലജ വീണ്ടും പറയുന്നുണ്ട്, തകർന്നു മോളെ, നമ്മുടെ ജീവിതം തകർന്നു. ഇനി അഭി തിരിച്ചു വന്ന് അവൻ്റെ ജോലി കളയും ആദർശ്. പൂർണ്ണമായിട്ട് അവനെ ഒഴിവാക്കാൻ ആദർശ് കണ്ടെത്തിയ മാർഗ്ഗം അത്. ഏട്ടൻ തന്നെ അനിയൻ്റെ കുഴി തോണ്ടി. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, കുഴി തോണ്ടിയെന്ന് മാത്രമല്ല, അതിലിട്ട് വെട്ടി മൂടിയെന്ന് വേണം പറയാൻ. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ, നീ ഈ വീട്ടിലേക്ക് വരണേക്കാളും മുന്നേ തന്നെ ഞാനും എൻ്റെ മോനും ഈ അവഗണനയൊക്കെ സഹിച്ചതാ. പക്ഷേ അപ്പോഴൊന്നും അവനാരും ജയിലിൽ കിടത്തിയിട്ടില്ല. ഇതൊരു തോൽവിയായിട്ട് തന്നെ നമ്മൾ കാണണം. നമ്മുടെ സമാധാനം തല്ലി കെടുത്തിയവർക്ക് ഒരിക്കലും സമാധാനം കൊടുക്കരുത്. അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ജലജ. ഈ സമയം ആദർശ് കോണിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ജാനകി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എത്തിയോ, നിനക്കുള്ള പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എത്ര നാളായി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട്. നേരത്തെ അമ്മയെക്കാളും കൂടുതൽ പലഹാരം ഉണ്ടാക്കി തന്നത് ഇളയമയായിരുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട് കേട്ടോ, ഇപ്പം എനിക്ക് സത്യങ്ങളൊക്കെ ബോധ്യമായി, ഇപ്പം എനിക്ക് ആരോടും വഴക്കില്ല. പിന്നെ നിന്നോട് ഞാനൊരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, നിന്റെ ഭാര്യയെന്നല്ല ആര് സപ്പോർട്ട് ചെയ്താലും നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, ഇളയമ്മേ, അനിയുടെ മനസ്സിൽ നന്ദുവാ, തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ആയിക്കോട്ടെ, പക്ഷേ നടക്കാൻ പാടില്ലാത്ത ബന്ധം നടക്കരുത്. ഒരു വീട്ടിൽ നിന്ന് 3 മരുമക്കളെ നമുക്ക് വേണ്ട. അനാമികയുടെ അവളുടെ വീട്ടുകാരുടെയും സ്വഭാവം എന്താണെന്ന് ഇളയമ്മ പറഞ്ഞല്ലോ. അതുപോലെ നമുക്ക് പരിചയമില്ലാത്ത കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്താലേ അത് നന്നാവുമെന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ മതി. എല്ലാ പെൺകുട്ടികളും അനാമികയെ പോലൊന്നുമല്ല. നല്ല കുടുംബത്തിൽ നിന്ന് ഇനിയും എനിക്ക് പെണ്ണ് കിട്ടും. ഒരുപാട് ആലോചന ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. എൻ്റെ ബന്ധത്തിലുള്ള പെൺകുട്ടികളാണ് വരുന്നെങ്കിൽ അവരെക്കുറിച്ച് എനിക്കറിയാൻ പറ്റുമല്ലോ. ആ വഴിക്കാ ഞാനിപ്പോൾ നോക്കുന്നത്.
അവനൊരു കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഈ അനന്തപുരി തറവാട്ടിലേക്ക് ഇപ്പോഴും പെൺകുട്ടികളെ വിടാൻ എൻ്റെ ബന്ധത്തിൽപ്പെട്ടവർക്കൊക്കെ താല്പര്യമാണ്. അപ്പോൾ ആദർശ് പറയണ്ട കേട്ടോ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇളയമ്മ തീരുമാനിച്ചോ എന്നും പറഞ്ഞിട്ട് ആദർശ് നേരെ ദേവേൻ്റെ അടുത്ത് വന്നിട്ടുണ്ടേ. എന്നിട്ട് ദേവേനോട് പറയുന്നുണ്ട്, അമ്മേ ഇളയമ്മയ്ക്ക് ചെറിയ തോതിൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട് കേട്ടോ, അതൊരാശ്വാസമാണ്. ഒരു വീട്ടിൽ രണ്ടടുപ്പായിരുന്നു ചില സമയത്ത്. ഇപ്പം എന്തായാലും അത് ഒന്നിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പച്ചി എന്തായാലും മാറാൻ പോണില്ല. അഭി ജയിലിലായതോടെ അപ്പച്ചിയുടെ ദേഷ്യം ഇരട്ടിക്കുകയും ചെയ്തു. പക്ഷേ ഇളയമ്മേണ്ടത് നല്ല മാറ്റാ. അവ ദേവേനി പറയണ്ട കേട്ടോ. നന്ദുവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവൾ ഇപ്പോഴും കടുംപിടുത്തം പിടിക്കുന്നത്. നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് തറപ്പിച്ച് പറയാ. അതിനവളെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. 3 പെൺപിള്ളേരെ ഒരു വീട്ടിൽ നിന്ന് വരണ്ടെന്ന് ആർക്കായാലും തോന്നുമല്ലോ. അപ്പോൾ ആദർശ് ചോദിക്കണ്ട കേട്ടോ. എന്നിട്ട് പിന്നെന്താ നമുക്ക് ആർക്കും അങ്ങനെ തോന്നാത്തത് എന്ന് ചോദിക്കണ്ട്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അനിയും നന്ദുവും തമ്മിൽ അത്രത്തോളം സ്നേഹത്തിലായതുകൊണ്ട് അമ്മേ സ്നേഹിക്കണം മനസ്സിലല്ലേ ഒന്നാവേണ്ടത്. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്ക് പലപ്പോഴും ഒന്നിക്കാൻ കഴിയില്ല ആദർശേ. അപ്പോൾ ആദർശ് പറയട്ടോ, എന്തായാലും അനിയിപ്പോൾ ബിസിനസ് ഓടിച്ചാടി നടന്ന് നോക്കുന്നുണ്ട്. അവൻ എന്നെക്കാളും മിടുക്കനായിക്കൊണ്ടിരിക്കുക. ഇനി കല്യാണത്തിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട് അവന് ബിസിനസ്സിനോടുള്ള താല്പര്യം ഉണ്ടാക്കണ്ട. ഒരു സമയത്ത് ഞാൻ കരുതിയതാ അവനെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കണമെന്ന്. പിന്നെ നല്ല മാനേജർമാരെ വെച്ചിട്ടാ ഓടിച്ചുകൊണ്ടിരുന്നേ കമ്പനി. ഇപ്പോൾ അവർക്കൊപ്പം അവനും കൂടി ചേർന്നപ്പോൾ അവൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഇപ്പം നമ്പർ 1 മെയിൻ ബ്രാഞ്ചിനെ പോലും പിന്നിലാക്കിയ അവൻ്റെ ബ്രാഞ്ചിൻ്റെ പോക്ക്. അപ്പോൾ ദേവേനെ ചോദിക്കണ്ട കേട്ടോ, അങ്ങനെ ബിസിനസ്സിൽ മാത്രം വിജയിച്ച പോരല്ലോ, അവനൊരു കുടുംബം വേണ്ടേ? അതൊക്കെ ആയിക്കോളൂ അമ്മേ, തൽക്കാലം ഇപ്പോൾ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ആദർശം അവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ ദേവേനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം നായനയുടെ വീട്ടിൽ അച്ഛൻ എന്തോ ഇങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നായൻ്റെ അടുത്ത്, ഇനിയിപ്പോൾ അവനെപ്പോലുള്ള ഒരുത്തൻ ഇനി എല്ലാ കാലത്തും ജയിലിൽ കിടന്നാലും ഒരു കുഴപ്പമില്ല മോളെ. അതുകൊണ്ട് നവ്യയ്ക്ക് അത്രയും സ്വസ്ഥത കിട്ടുമല്ലോ. അവൻ എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ അച്ഛാ. പക്ഷെ ഇവിടെ അതല്ലല്ലോ കാര്യം. നവ്യേച്ചിയുടെ തെറ്റിദ്ധാരണ മൂലം ഇവിടെ വീണ്ടും അപ്പച്ചിയും ചേച്ചിയും കൂടെ ഒന്നായിരിക്കുക. അല്ലെങ്കിൽ തന്നെ ആദർശനോടുള്ള തെറ്റിദ്ധാരണ മൂലം കുറേ നാളായിട്ട് ചേച്ചിക്ക് എല്ലാവരോടും വെറുപ്പാണല്ലോ. എൻ്റെ ഇടയ്ക്ക് അബി ഇപ്പോൾ ജയിലിലായിരിക്കണേ. അപ്പം നന്ദിട്ട് പറയണ്ട കേട്ടോ, ഞാൻ എൻ്റെ ദേഷ്യം മുഴുവൻ അവൻ്റെ ദേഹത്ത് തീർത്തിട്ടുണ്ട്. ഇടിച്ച് അവനെ പഞ്ചറാക്കിയിട്ടാണ് ഞാൻ ജയിലിലേക്ക് വിട്ടിരിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കനകമ്മ ഗോവിന്ദനുള്ള ഗുളികയും വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കനകമ്മ പറയണ്ടിട്ടാ, സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ വന്നിട്ട് അവൻ്റെ മോന്തക്കിട്ട് 2 കൊടുക്കണം എന്നുണ്ടായിരുന്നു. സത്യം ഇതേപോലൊരു അസ്ത്രവിത്തുകളെ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കേട്ടു കേട്ടോ. അപ്പം നയൻ നോക്കിയപ്പോൾ അതേ നവ്യ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പറയുന്നുണ്ട് ചേച്ചിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കനകമ്മ നെഞ്ഞത്ത് കൈവച്ചു. രണ്ടും കൽപ്പിച്ച് പറഞ്ഞ പോലെ ചാഴത്തുള്ളി വരുന്നുണ്ട് കേട്ടോ നവ്യ. വശം ചോദിക്കുന്നുണ്ട്, സന്തോഷമായല്ലോ, എല്ലാവർക്കും സന്തോഷമായല്ലോ. അതെല്ലാവരും കൂടി പങ്കിട്ട് ചിരിക്കുകയായിരിക്കും. എന്നിട്ട് ഓടി വന്ന് നന്ദുട്ടനെ പിടിച്ചു കേട്ടോ. പിടിച്ചിട്ട് കോളർ പിടിച്ചിട്ട് പറയും, എനിക്കിടി എന്ന് പറഞ്ഞിട്ട് എനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും കനകമ്മ ഒന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ റിമൈൻഡ് ചെയ്ത് ജയിലിലാക്കിയിട്ട് കനകമ്മ പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഒന്ന് വെറുതെ ഇരുന്നേ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, കൊല്ലട്ടെ, എന്നെയും കൊല്ലട്ടെ ഇവള്. എൻ്റെ ഭർത്താവ് ജയിൽ പുള്ളിയെന്ന് പറയണേലും ഭേദം ഞാനും ചാവണതാ. കൊല്ല് എന്നും പറഞ്ഞിട്ട് നന്ദുട്ടൻ്റെ കയ്യും പിടിച്ചിട്ട് സ്വന്തം കഴുത്തിൽ അമർത്തുന്നു കേട്ടോ. അപ്പം നായനെ ചോദിക്കണ്ടേ, ചേച്ചി എന്തൊക്കെയായി കാണിക്കണേ? അപ്പോൾ പറയുന്നുണ്ട്, ദേ നിൽക്കണ ഒരാൾ നന്ദുവിനെ ചൂണ്ടിയാട്ടിയിട്ട്. സ്വന്തം അച്ഛൻ പോയി പറഞ്ഞിട്ട് പോലും ഇവള് കേട്ടില്ല. നിങ്ങളെ രണ്ടിനും പോലുള്ള അനിയത്തിമാരെ ശത്രുക്കൾക്ക് പോലും കിട്ടരുത്. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ അമ്മയും പറഞ്ഞത് ചേച്ചിയുടെ ഭർത്താവിനെ പോലുള്ള ഒരുത്തനെ ശത്രുക്കൾക്ക് പോലും കിട്ടരുതെന്ന്. അപ്പോൾ വീണ്ടും എടുത്തിട്ടു. അപ്പോൾ ഇവളുടെ ഭർത്താവോ ചോദിക്കണ്ട കേട്ടോ നായനെ ചൂട്ടിയിട്ട്. അവനാണോ ഒരു സത്യവാൻ? എൻ്റെ അബിയേക്കാൾ എന്ത് യോഗ്യത അയാൾക്കുള്ളത്? ആർക്കും അത് കേട്ടിട്ട് അത്ര സഹിക്കുന്നില്ല കേട്ടോ. എല്ലാവരും കടിച്ചു പിടിച്ച് നിൽക്കുകയാണേ. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ യോഗ്യത എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അബിയുടെ അമ്മേനെ, അതായത് എൻ്റെ അമ്മയമ്മേനെ മുത്തശ്ശൻ ദത്തെടുത്താണെന്ന്. അതുപോലെ എനിക്കൊരു സംശയം, എൻ്റെ അച്ഛനമ്മയും എന്നെയും ദത്തെടുത്താണെന്ന്. അപ്പോൾ കനകമ്മയും ഗോവിന്ദനും മുഖത്തോട് നോക്കണം കേട്ടോ. ഞാനാണല്ലോ നിങ്ങളുടെ മൂത്ത മോള്. കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ അച്ഛനും അമ്മയും കൂടി എന്നെ ദത്തെടുത്തതാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്ന അമ്മയെന്ന് പറയുന്നുണ്ട്. ഞാൻ മിണ്ടും, പറയാനുള്ളതൊക്കെ ഞാൻ പറയും. ഇവളുമാർ 2 ഇപ്പോഴും ഒറ്റക്കെട്ടാ. എനിക്ക് ഓർമ്മയെ കാലം തൊട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്നെ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ അങ്ങനെ ഒറ്റക്കെട്ടായിട്ടുണ്ടെങ്കിലേ അതിൻ്റെ കാരണം ചേച്ചി തന്നെയാണ്, ചേച്ചിയുടെ ഈ സ്വഭാവമാണ് എന്ന് പറയുന്നുണ്ട്. അതെടി എൻ്റെ സ്വഭാവം മോശമാണ്, ഇനി അതിനേക്കാളും മോശമായിരിക്കും. എൻ്റെ അബീനെ ജയിൽ പുള്ളിയാക്കിയാൽ നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. എൻ്റെ ക്ഷമള നെല്ലിപ്പലം കളി നിൽക്കുക കേട്ടോ. എന്നിട്ട് നന്ദുട്ടനെ നോക്കിയിട്ട് നവ്യ പറയുന്നുണ്ട്, അവൾ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരാൻ കാത്തിരിക്കുക. കയറ്റി വിടാടി നിന്നെ ഞാൻ. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ അനന്തപുരി തറവാട്ടിലെ മരുമകളാവില്ലടി. പറഞ്ഞ് കരങ്കമ്മനെ അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നത്, നിൽക്ക് മോളെ നീ പോവാണ് നോക്കിയിട്ട്. വേണ്ട, ഇവിടെ കയറി താമസിക്കാൻ ഞാൻ ഉണ്ടല്ലോ 2 ഇവർ മതിയില്ല എല്ലാവർക്കും. എന്നിട്ട് അങ്ങനെ അച്ഛനെയും തള്ളി മാറ്റിയിട്ട് ചവിട്ടി കുത്തി പോയിട്ടുണ്ട് അവിടെ നിന്ന്. പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ ചോദിക്കണ്ടേ, എന്താ മോളിത്, അവളുടെ സ്വഭാവം പഴയതിനേക്കാളും മോശമായല്ലോ. ഇനി അത് നോർമലാകാൻ പോകണില്ല അച്ഛാ. അങ്ങനെ ആകണമെങ്കിൽ സത്യങ്ങളൊക്കെ ഇനി ചേച്ചീനെ അറിയിക്കണം. അപ്പോൾ കനകമ്മ പറയുന്നത്, ഇനിയിപ്പോൾ അങ്ങനെ അറിയിച്ചാലും എന്തെങ്കിലും മെച്ചുണ്ടാവും മോളെ ചോദിക്കുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ പോകുന്നത് നല്ലത്. എന്നിട്ട് നായന ആകെ വിഷമിച്ച് നിൽക്കുക. ഈ സമയം അനന്തപുരിയിലാണെങ്കിൽ ദേവേനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ജലജ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സന്തോഷമായല്ലോ, എൻ്റെ മോൻ ജയിലിലായി അടുത്ത് സന്തോഷമായല്ലോ. അപ്പോൾ ദേവേനി പറയുന്നത്, ഞാനെങ്ങനെയാണ് ഹാപ്പി ആവുന്നേ? ആ വാർത്ത പുറലോകം അറിഞ്ഞതിൻ്റെ വിഷമത്തിലാണ് ഇവിടെ എല്ലാവരും. എന്തൊക്കെ പറഞ്ഞാലും അവൻ അനന്തപുരിയിലെ പയ്യനല്ലേ. അപ്പോൾ ജലജ, ഒരിക്കലുമല്ല, അവൻ അനന്തപുരിയിലെ പയ്യനല്ല. അവനും ഞാനൊന്നും ഈ വീട്ടിലങ്കല്ല.
ഇപ്പം എൻ്റെ മരുമോളും കൊച്ചുമോനും ഒക്കെ അങ്ങനെയായി. അപ്പോഴേക്കും ജാനകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ വിളിക്കുന്നു, ജാനകി അതെ ആദർശ് ചെയ്തതിനേക്കാൾ തെറ്റാണോ എൻ്റെ മോൻ ചെയ്തത്? അപ്പോൾ ജാനകി പറയും കേട്ടോ, അതല്ലാന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. എങ്കിലും ഞങ്ങളൊക്കെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു തിരിമറി നടക്കുന്നത് ഇതാദ്യ. അവനിതിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോൾ ദേവേനി പറയുന്നുണ്ട് കേട്ടോ, ജോലി ചെയ്തില്ലെങ്കിൽ അവന് ജീവിക്കാം, എന്നിട്ടാ വളഞ്ഞ വഴിയിലൂടെ പണം ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് കേട്ടോ, ആദർശ് പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. അവന് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടിയത്. പക്ഷെ നിനക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ജലജ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നീ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേപ്പറ്റി അറിയേണ്ടവർക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് എന്നെ ന്യായീകരിച്ച് കൂടെ നിൽക്കണതും. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ, അതെ നിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഏതാണ്ടൊക്കെ മനസ്സിൽ ഒളിപ്പിക്കുക എന്നും പറഞ്ഞിട്ട് എല്ലാവരും നിന്നെ ന്യായീകരിക്കുക. എന്നാലേ നിന്റെ ഭാഗത്ത് ശരി എന്താണെന്ന് ആരും തുറന്നു പറയണില്ല. ദേവേനി ചാടി എഞ്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, വേണമെങ്കിൽ അത് പറഞ്ഞുതരാം, കേൾക്കണോ നിനക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഓടി വരുന്നുണ്ട് നവ്യ അവിടുന്ന്, കേൾക്കണം എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് പറയണ്ടേ, എൻ്റെ അവി എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് കേൾക്കണം. അപ്പോൾ ദേവേനി ആദർശിനെ അങ്ങനെ നോക്കിയിട്ടു. അപ്പോഴും ആദർശ് വേണ്ടാന്ന് തലയിട്ടാട്ടി. ഇയാൾ ചെയ്തതിൻ്റെ 4 തെറ്റ് എൻ്റെ അവി ചെയ്തിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറയും, അതാണ് സത്യം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഭർത്താവ് ജയിലിലെടുക്കുമ്പോഴേ ഒരു ഭാര്യയ്ക്കുണ്ടാകുന്ന വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഒരിക്കലും അല്ല, അഭി വേണമെങ്കിലേ നിങ്ങൾക്കൊക്കെ ജാമ്യത്തിൽ ഇറക്കായിരുന്നു. പക്ഷെ എൻ്റെ അനിയത്തി കൊണ്ട് തന്നെ നിങ്ങളെ രണ്ടും കൂടി എഫ്ഐആർ ഇടിപ്പിച്ചു. ഒരിക്കലും അവൻ പുറത്ത് വരാത്ത എഫ്ഐആർ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് കേട്ടോ, ഇതേപോലെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി വരുത്തിയ അനാമിക. അന്ന് ഈ നിൽക്കുന്ന ജാനകി പോലെ അവൾക്കൊപ്പമായിരുന്നു. പക്ഷെ ഇപ്പോൾ ജാനകിക്ക് മനസ്സിലായി മരുമകളുടെ ഭാഗത്ത് തെറ്റ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് കേട്ടോ, അവൾ തെറ്റുകാരിയാണ്. അതുകൊണ്ട് തന്നെ അവളെ അവളുടെ വീട്ടുകാരെയും വഴിയിൽ വെച്ച് കണ്ട പോലും ഞാൻ മുഖം കൊടുക്കില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സംസാരം വരുമ്പോൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണല്ലോ എടുത്തി. ആദർശിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് നിങ്ങളൊക്കെ പറയുമ്പോഴും അത് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണ്ടേ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതൊരിക്കലും ബോധ്യപ്പെടത്തില്ല. അപ്പോൾ മരുമോൾ അമ്മയാകുമ്പോഴല്ലേ, അതിൻ്റെ കൂടെ മരുമകൾ അംഗീകരിച്ചൊരു കൊച്ചും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് ഏടത്തേക്ക് എന്ത് നഷ്ടം വരാനാ? എന്നെ വരെ എടുത്ത് വളർത്തിയ കുടുംബല്ലേ. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞിനെയോ 10 കുഞ്ഞിനെയോ ഒക്കെ എടുത്ത് വളർത്താൻ അനന്തപുരിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ കാണുന്ന കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വളർത്തേണ്ട ശീലം ഈ കുടുംബത്തിനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവേനി. അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചന്തമോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ, എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്, എൻ്റെ അഭിനെ രക്ഷിക്കാൻ മാത്രമേ കാരണമില്ല. അവൻ മൂർത്തിശ്വരയുടെ സൽപ്പേര കളഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ജ്വല്ലറിയുടെ മാത്രമല്ല ഈ തറവാടിൻ്റെ സൽപ്പേര് കളഞ്ഞു കുളിച്ചില്ലേ? അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട. അമ്മേനെ ദേഷ്യം വന്നിട്ട് ചോദിക്കും, നീ ആരോടായിട്ട് സംസാരിക്കണേന്ന് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പിടിച്ചിട്ട് അമ്മേനെ. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവിനോട് ഇയാൾ ഈ വീട്ടിലെ മൂത്ത കൊച്ചുമോനായതുകൊണ്ടാണ് ഞാൻ ഏട്ടൻ വിളിച്ചിരുന്നത്. പക്ഷേ ഇനി അങ്ങനെ വിളിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ആദർശ് പറഞ്ഞു, നീ എന്നെ പേര് വിളിച്ചാൽ എടാന്ന് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല നവ്യ. അപ്പോൾ നവ്യ പറഞ്ഞു, ഇയാൾക്ക് എന്നോട് അസൂയ, കാരണം ഇയാൾ ആദ്യം പെണ്ണന്വേഷിച്ച് തന്നെയായിരുന്നല്ലോ. പക്ഷെ ഞാൻ ഇയാളെ തല്ലി കളഞ്ഞിട്ടാണ് അഭിനെ സ്നേഹിച്ചത്. അതിൻ്റെ ഒരു ദേഷ്യം ഇപ്പോഴും ഇയാളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ പുച്ഛബോധത്തിൽ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അങ്ങനെ അവൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നന്നായി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില്ല ഇവിടെ ഞാനും എല്ലാവരും. അതുകൊണ്ടാ നയനെ പോലെ നല്ലൊരു മകളെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാലോ. പക്ഷേ ഏട്ടനെ മാറ്റി നിർത്തിയിട്ട് അനിയനെ സ്നേഹിച്ചതിന് ദേഷ്യമാണ് ഇയാൾ ഇപ്പോൾ ഈ തീർക്കണത്. പിന്നെ അതുകൊണ്ട് അയാൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. ജലജയുടെ വക അത് മോള് പറഞ്ഞത് ശരി തന്നെയാ, കാഴ്ചയ്ക്ക് സുന്ദരൻ അഭി തന്നെയാണല്ലോ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു ജലജെ. ആദർശ് പറയുന്നുണ്ട്, വെറുതെ സംസാരിക്കണ്ട, യാഥാർത്ഥ്യം എന്താന്ന് നമുക്കൊക്കെ അറിയാലോ. കുടുംബ പ്രശ്നം ഉണ്ടാക്കാവുന്ന ഒരുത്തി പുറത്തു പോയി, അപ്പൊ വേറൊരാളുണ്ടായി, അതിനുള്ളൊരു കാരണം ഉണ്ടായി. ഞാനിതൊന്നും കഥ മനസ്സിലാക്കണത് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോയിട്ടോ. അപ്പൊ ദേവേന്റെ അടുത്ത് വന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിന്റെ അച്ഛനെ ജയിൽ പുള്ളിയാക്കി ഇതാരാണെങ്കിലും ഞാൻ അവരെ വെറുതെ വിടില്ല. എന്നൊന്നും മിണ്ടാതെ തലതാഴ്ത്തി അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ജലജിയും വരുമ്പോഴും കൂടി ചവിട്ടി തുള്ളി പോയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ജാനകി പറയണ്ടിട്ടോ, വീടിനകത്ത് വീണ്ടും പൊട്ടലും ചീറ്റിലാണല്ലോ എടുത്തി, എന്തോ ശാപം ഉണ്ടെന്നാ തോന്നണേ. അപ്പോൾ ദേവേനി പറയണ്ടിട്ടോ, ഒരു ശാപവും ഇല്ല, സത്യസന്ധത ഇല്ലാത്ത ഒരു വീട്ടിലുണ്ടെങ്കിലേ ഇതുമല്ല അതിലപ്പുറം സംഭവിക്കും. അപ്പോൾ ജാനകി വീണ്ടും പറയണ്ടിട്ടോ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇതേ ഇപ്പോൾ പോയി അയാളുടെ ഇളയ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആരാഗ്രഹിച്ചാലും അത് തെറ്റാ, എനിക്ക് പറ്റിയ പെണ്ണല്ല നന്ദു എന്ന് പറഞ്ഞിട്ട് ജാനകിയും പോയി. ഇത് ചെയ്യണമെന്ന് അറിയാതെ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ ദേവയാനി. അങ്ങനെ നിൽക്കുന്ന ദേവയാനി കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പത്തരമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം. ഓക്കെ, ബൈ.